ശ്യാമ റൂമിലേക്ക് തന്നെയായിരിക്കും പോയിട്ടുണ്ടാവുക, അല്ലാതെ ഇപ്പൊ അവളോടെ പോവാനാ? ഇതകത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണല്ലോ വിഷ്ണുട്ടാ. അയ്യോ മോളെ, ശാരദമ്മേ, മോളെ മോളെ ശ്യാമേ, ശാരദമ്മ ടെൻഷൻ അടിക്കായിരിക്കേ. ശ്യാമേ, ശ്യാമ വാതിൽ തുറന്നേ. മോളെ ശ്യാമേ, വാതിൽ തുറക്ക്. മോളെ സംസാരിക്കാനുണ്ട്. ശ്യാമേ, ശ്യാമേ, അവൾ എന്തെങ്കിലും കടുങ്കൈ കാണിക്കോ? ഒന്നുമില്ല ശാരദമ്മേ. ശ്യാമേ, ശ്യാമ വാതിൽ തുറന്ന്, ഇവിടെ എല്ലാരും പേടിക്കുന്നുണ്ട്. ശ്യാമേ, ശ്യാമേ വാതിൽ തുറക്ക്. മോളെ വാതിൽ തുറക്ക്. ശ്യാമേ, മോളെ മോളെ ശ്യാമേ, നമുക്ക് സംസാരിക്കാം. ശ്യാമേ, ശാരദമ്മ ഒന്ന് മാറി. ശ്യാമ വാതിൽ തുറക്ക്. ശ്യാമേ, ശ്യാമ വാതിൽ തുറക്കാൻ. മോളെ, ശ്യാമേ, നീ എന്താ ഈ കാട്ടിയത്? ഞാനൊന്നും കാട്ടിയില്ലല്ലോ. കാട്ടാതിരുന്നതാണോ ഇപ്പൊ കുഴപ്പം? അതല്ല മോളെ, മരിച്ചു കളയാന്ന് ആദ്യം കരുതിയത്, പിന്നെ കരുതി വേണ്ടാന്ന്. മരിച്ചാലും ഈ അവമാനം എന്നെ വിട്ട് പോവില്ലല്ലോ മോളെ. എന്തിനാ ശ്യാമ ജീവൻ ഒടുക്കിയെന്ന് ചോദിച്ചാ കഥകള് പിന്നെ പെരുകയല്ലേ ഉള്ളൂ. ജീവിച്ചിരിക്കുമ്പോ അപമാനിച്ചത് പോരെ, എന്റെ ശവത്തെ കൂടി അപമാനിക്കണോ? എന്തൊക്കെയാണ് മോളെ, എന്തൊക്കെയാ നീ പറയുന്നത്? എല്ലാം കണ്ടോണ്ട് നിന്നിട്ടും ഞാൻ പറയുന്നൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ലേ? കുഞ്ഞെ മോളെ, ഞാൻ ചെയ്തത് തെറ്റാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കാം ഞാൻ ഇയാളോട്. മാപ്പോ? നിങ്ങൾ എന്തിനു മാപ്പ് പറയുന്ന? മോളെ തൊടരുത് തന്നെ. മറുപടി പറഞ്ഞിട്ട് ഇയാളെ ഞാൻ വിടും. ശ്യാമേ പറ, മറുപടി താ എനിക്ക്. പറയ. മറുപടി ഇല്ല അല്ലേ? പിന്നെ എന്തിനാ എന്റെ സമ്മതം ചോദിക്കാതെ നിങ്ങൾ എന്റെ കഴുത്തിൽ താലി കെട്ടിയത്? പറയാ, എന്റെ അവകാശമായ എന്റെ ജീവിതം എന്റെ സമ്മതമില്ലാതെ അതിലേക്ക് എന്തിനു വലിച്ചു കയറി വന്നെന്നാ ചോദിച്ചത്.
തകർന്നു പോയത് എന്റെ ജീവിതമാ. അത് മടക്കി തരാൻ പറ്റുമോ ആർക്കെങ്കിലും? അമ്മയ്ക്ക് പറ്റുമോ? മോളെ അച്ഛനോ? കുഞ്ഞിച്ചെ കൊണ്ട് പറ്റുമോ? എന്തെങ്കിലും ഒഴിവ് കഴിവുകൾ പറയല്ലേ കുഞ്ഞേച്ചി. അമ്മ പറയുമ്പോഴത്തെ സാരോപദേശം ഒന്നും വേണ്ട. ഞാൻ ഇനി എന്താ വേണ്ടെന്ന് മാത്രം പറഞ്ഞാ മതി. പഴയ ശ്യാമയായിട്ട് എനിക്ക് എന്റെ വീട്ടിലേക്ക് മടങ്ങാൻ പറ്റുമോ? താലിയോ ഭർത്താവോ കുടുംബമോ ഒന്നും വേണ്ട. എന്റെ അമ്മയ്ക്കൊപ്പം ആ വീട്ടിൽ ഒതുങ്ങി കഴിഞ്ഞോളാം ജീവിത അവസാനം വരെ. അതിനെന്നെ സമ്മതിക്കോ? നിങ്ങള് സമ്മതിക്കോന്ന്? പറ്റോ? എന്റെ പൊന്നു മോളെ, അച്ഛാ പറയച്ചാ പറ്റോ? പറ്റില്ല അല്ലേ? മോളെ കണ്ണീര് തുടക്കി. ആരെങ്കിലും കണ്ട നാണക്കേടാ. എന്താടി കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ അമ്മ പറഞ്ഞ അനുസരിക്കില്ലെന്നുണ്ടോ? എന്റെ മോളിനി കരയരുത്. ഈ ഹോട്ടൽ മുറി സംഭവിച്ചതൊക്കെ ഇവിടെ കഴിഞ്ഞു. അതും കൂടി ഇനി കാറി കയറ്റി സത്യമ്മയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകരുത്. എങ്കിൽ ആ കല്യാണ മണ്ഡപത്തിൽ സംഭവിച്ചത് അവിടെ തീർക്കായിരുന്നില്ല. എല്ലാം മറന്ന് അച്ഛനമ്മയ്ക്കൊപ്പം എനിക്ക് വീട്ടിലേക്ക് വരായിരുന്നില്ലേ? മോളെ, സമൂഹത്തിന് ചില നിയമങ്ങളും ചിട്ടവട്ടങ്ങളും ഒക്കെ ഇല്ലേ? അതനുസരിക്കാൻ നമ്മളും ബാധ്യസ്ഥരല്ലേ? സമൂഹത്തിന്റെ നിയമങ്ങളും ചിട്ടവട്ടങ്ങളും ഒക്കെ അച്ഛനാണോ എനിക്ക് പറഞ്ഞു തരുന്നേ? ആരിൽ നിന്ന് ഒരുകണ്ട. ശ്യാമ നിങ്ങളെ ആരെയും നാണം കെടുത്തില്ല. പക്ഷെ ഉപദേശിക്കാനും ആരും വന്നേക്കരുത്. അതിനും മാത്രം യോഗ്യത ഇവിടെ നിൽക്കുന്ന ആർക്കുമില്ല. എല്ലാവരുടെയും നന്മ മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. എന്നിട്ടും എന്റെ ജീവിതത്തിൽ ഞാൻ ഒട്ടും ആഗ്രഹിക്കാത്ത ചില കാര്യങ്ങൾ നടന്നപ്പോ എല്ലാരും കൈയും കെട്ടി നോക്കി നിന്നു. അങ്ങനെയല്ല മോളെ. ആ ഞെട്ടലും മരവിപ്പും മനസ്സിന്ന് മാറും മുമ്പേ അവരെല്ലാം പറയുവാ, നീ ഇത് തൊണ്ട തൊടാതെ അങ്ങ് വിഴുങ്ങിക്കോളാൻ. ശരി, സമ്മതിച്ചു. ഞാൻ വിഴുങ്ങിക്കോളാം. തൊണ്ട തൊടാതെ വിഴുങ്ങിക്കോളാം. പക്ഷെ ഇനി ഉപദേശമായിട്ട് എന്റെ പിന്നാലെ വരരുത്. നിയന്ത്രണം വിട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയിന്നിരിക്കും.
അച്ഛനെന്നോ അമ്മയെന്നോ നോക്കാതെ. വിഷ്ണു ഏട്ടാ, വണ്ടി എടുത്തോ. ഏത് നരകത്തിലേക്ക് വരാനും അമ്മേ. തെറ്റല്ല മോനെ, ശരിയാ, ശരി തന്നെയാ. അത് അവൾക്ക് മനസ്സിലാക്കാൻ ചിലപ്പോ കുറച്ച് സമയം വേണ്ടി വന്നേക്കും. അതുവരെ എന്റെ മോളോട് ക്ഷമിക്കാനുള്ള സന്മനസ് കാണിക്കണം നീ. നീ ഇപ്പൊ തെറ്റെന്ന് സംശയിച്ചില്ലേ? എന്റെ മകളോട് കാണിച്ച ഏറ്റവും വലിയ കരുണയത്. നിന്നെ പോലെ നല്ല മനസ്സുള്ള ഒരാൾക്ക് അതിന് സാധിക്കും. അവളിപ്പോ കാണിച്ചതുപോലുള്ള പരിഭവങ്ങളോടും പിണക്കങ്ങളോടും പ്രതിഷേധങ്ങളോടും ഒക്കെ പ്രതികരിക്കുമ്പോ ആ വലിയ മനസ്സ് കാണിക്കണം. ഒരമ്മ ചോദിക്കുന്ന ഭിക്ഷയായിട്ട് എന്റെ മോനത് കാണണം. ശാരദാമ്മേ, ശ്യാമയുടെ കുട്ടിത്തം കൊണ്ട് ചെയ്യുന്ന ഏതൊക്കെയെന്ന് മനസ്സിലാക്കാനുള്ള പക്വത എനിക്കുണ്ട്. അവൾക്കായി എന്തും വിട്ടുകൊടുക്കാനും ക്ഷമിക്കാനും ഞാൻ തയ്യാറാ. ഭർത്താവെന്ന അധികാരം ഉപയോഗിച്ച് ശ്യാമയെ ശല്യപ്പെടുത്താനും ചെല്ലില്ല. എല്ലാം മനസ്സിലാക്കി അവൾ വരുന്നതുവരെ കാത്തിരിക്കാനും ഞാൻ തയ്യാറാ ശാരദാമ്മേ. മതി മോനെ, ധാരാളം മതി. ഈ അമ്മയ്ക്ക് തൃപ്തിയായി. ഞാൻ വിചാരിച്ചതിനേക്കാൾ വലിയ മനസ്സാ മോൻ്റെത്. പോട്ടെ ശാരദാമ്മേ. അയ്യോ, പോയിട്ട് വരാന്ന് പറ മോനെ. പോയി വരാം ശാരദാമ്മേ. അച്ഛാ, മക്കളെ, ഇനി നിങ്ങൾ വേണം. അതെ, എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അത് പെട്ടെന്നാവണം. മനുഷ്യൻ കെട്ടിയൊരുങ്ങി ഇതിനുള്ളിൽ ഇരുന്ന് ചൂടെടുത്ത് പുഴുങ്ങുക. അല്ലെങ്കിൽ എങ്ങോട്ടാ വരേണ്ടെന്ന് പറഞ്ഞാ മതി, ഞാൻ നടന്നു വന്നോളാം. നിങ്ങൾ ചെല്ല്. പോ.
ശാരദേ, കോമലേട്ട, അവൾ എന്തൊക്കെയാ പറഞ്ഞിട്ട് പോയത്? പെട്ടെന്ന് സംഭവിച്ചതൊക്കെ അവളുടെ ചെറിയ മനസ്സിന് ഉൾക്കൊള്ളാനായില്ല ശാരദേ. അതിന്റെ പ്രതിഷേധം അവളീ കാണിച്ചതൊക്കെ, അതും അവളുടെ കുട്ടിത്തം കൊണ്ട്. സാഹചര്യങ്ങളാ മനുഷ്യനെ ജീവിതവുമായി പൊരുത്തപ്പെടുത്തുന്നത്. രോഹിത്തിന്റെ നല്ല മനസ്സ് തിരിച്ചറിയുമ്പോ അവൾ അവനെയും കൊണ്ട് നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കും. ദൈവം അവൾ കൊടുത്ത ഭാഗ്യമാണെന്ന് പറഞ്ഞു. നീ കണ്ടോ? അപ്പോ അത്രയും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടാണ് എന്റെ പൊന്നുമോൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. ശാരദാമ്മയുടെ 2 മക്കൾക്കും ജീവിതം ഉണ്ടാക്കി കൊടുത്തു. ഒരാൾക്ക് ഫ്രീ ആയിട്ട് മുൻ ഭർത്താവിനെ ദാനം ചെയ്തു. എന്നിട്ട് നീ ഇങ്ങനെ മരവാഴയായിട്ട് നിൽക്കുന്നു. മുറിവിൽ മുളകരച്ച് തേക്കല്ലേ അമ്മേ? ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന കരുതിയാണോ ഞാൻ അതൊക്കെ ചെയ്തത്? ശ്യാമയുടെ കല്യാണം മുടക്കാനും അവളെ എന്നും കണ്ണീര് ഉടുപ്പിക്കാനോ ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഇങ്ങനൊരു ട്വിസ്റ്റ് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാൻ പറ്റുമോ? അമ്മയുടെ ഭാഗത്തും തെറ്റുണ്ട്. എന്തിനാ രോഹിത്തിനോട് ഡിവോഴ്സ് വാങ്ങിക്കാൻ പോയത്? ഇല്ലെങ്കിൽ അക്കാര്യം പറഞ്ഞ് നമുക്ക് അവർക്ക് ചെക്ക് വെക്കായിരുന്നു. അമ്മയുടെ ഭാഗത്ത് എന്ത് തെറ്റെന്നാടി? ഞാൻ പറഞ്ഞിട്ടാണോ നീ ആ രോഹിത് എന്ന് പറഞ്ഞ പോഴനെ പ്രേമിക്കാൻ പോയത്? സത്യഭാമയുടെ മകൻ വിഷ്ണുവാണ് നമ്മുടെ ടാർഗറ്റ് എന്ന് കുഞ്ഞിലെ ഞാൻ നിന്നെ പറഞ്ഞു പഠിപ്പിച്ചതാ. അവൾക്ക് അതിനിടയില്ല അവളുടെ ഒരു ലവ് ട്രാക്ക്. ഇല്ലെങ്കിൽ ഇങ്ങനൊരു കഥാപാത്രമേ പിക്ചറിലില്ല. ഇതിപ്പോ ശാലിനി മാത്രമാണോ? അവനും നമ്മുടെ തലവേദനയാ. ദേ, ആ വിഴുപ്പിനി എന്റെ മോള് ചുമക്കണ്ടെന്ന് ഞാനങ്ങ് തീരുമാനിച്ചു. ശ്യാമയെങ്കിൽ ശ്യാമ, ആര് വേണമെങ്കിലും എടുത്തോട്ടെ അവനെ. അമ്മ അങ്ങനെ വലിയ നിഷ്കളങ്കയൊന്നും ചമയണ്ട. അച്ഛനായിട്ടുള്ള കല്യാണത്തിന് മുമ്പ് അമ്മയ്ക്കും ഉണ്ടായിരുന്നല്ലോ പ്രേമബന്ധങ്ങൾ. ഇടി, എന്നെ മാത്രം അങ്ങനെ കുറ്റപ്പെടുത്തണ്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അത് ചുമ്മാ ഒരു ടൈം പാസ് ആയിരുന്നു. ടൈം പാസ് ആയിരുന്നെങ്കിൽ അതുപോലെ ഡീൽ ചെയ്യാൻ കൂടി പഠിക്കണമായിരുന്നു നീ. ഉടുപ്പ് മാറും പോലെ ഊരിക്കളയാൻ പറ്റണമായിരുന്നു ഓരോ ബന്ധവും. അതാ പെണ്ണിന്റെ മിടുക്ക്. അമ്മ ആകെ തകർന്ന് നിൽക്കുക ഞാൻ. ഈ സമയത്ത് കൂടെ നിൽക്കേണ്ട അമ്മ പോലും എന്നെ കുറ്റപ്പെടുത്താണോ? രോഹിത് പോയതിന് നിനക്ക് സങ്കടമൊന്നും വേണ്ട. നീ കൊല്ലാൻ വരെ ശ്രമിച്ചതല്ലേ അവനെ. പക്ഷെ അവൻ വേറൊരു പെണ്ണിന്റെ കൂടെ ജീവിച്ചു തുടങ്ങുമ്പോ നിനക്കൊരു അസൂയ തോന്നും. ഡിവോഴ്സിന് ശേഷം ആണിനും പെണ്ണിനും തോന്നുന്ന ഒരു മാനസികാവസ്ഥ അത്. ഞാൻ നന്നായില്ലെങ്കിലും ഇത്രയും നാൾ കൂടെ ജീവിച്ചയാൾ ഗതി പിടിക്കല്ലേ എന്ന്. അവനോ അവളോ വേറൊരു പങ്കാളിയുടെ കൂടെ ജീവിക്കാൻ പാടില്ല. ജീവിച്ചാൽ തന്നെ അവിടെ സന്തോഷം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ സന്തോഷിച്ച പിന്നെ നമുക്കെന്തോ കുഴപ്പമുണ്ടെന്നല്ലേ അതിനർത്ഥം. അമ്മ സൈക്കോളജി ക്ലാസ് ഒന്നും എടുക്കാതെ ഇനി എന്താ ചെയ്യാൻ പറ്റാന്ന് പറ. പറഞ്ഞില്ലേ, അവൻ വേറൊരു പെണ്ണിനെ കെട്ടുന്നതിൽ നമുക്കൊരു ദണ്ണത്തിന്റെ ആവശ്യമില്ല. അത് ശാരദാമ്മയുടെ മകളാണെങ്കിൽ പോലും. പക്ഷേ ശാലിനിക്ക് നിന്നോടുള്ള പ്രതികാരത്തിന്റെ ഒരു സുഖം കൂടി ഉണ്ടാവും ഇതില്. വില്ലെത്തി കൊല്ലാൻ വരെ ശ്രമിച്ച സാധുവായ നായകന് അനിയത്തിയുടെ ജീവിതം ദാനം ചെയ്യുന്ന ത്യാഗിനി. അവളെ നമുക്ക് പ്രത്യേകമായിട്ടൊന്ന് കാണണം.